സംപൂജ്യരാകാതെ ആലത്തൂരിൽ കനൽ ഒരു തരി അവശേഷിച്ചെങ്കിലും കനത്ത തിരിച്ചടിയാണ് LDFിനുണ്ടായത്. സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിവരിച്ചുള്ള നവകേരള ബസ് യാത്ര, കേന്ദ്രത്തിനെതിരെ ന്യൂനപക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പരിപാടികൾ, ഓരോ മണ്ഡലത്തെയും അറിഞ്ഞ് അതിശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയത്. അങ്ങനെ പഠിച്ച പണി 18 നോക്കിയിട്ടും ഫലമുണ്ടായില്ല. മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനമാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. പിണറായി സർക്കാരിലുള്ള അസംതൃപ്തിയാണ് പരാജയത്തിന് കാരണമെന്ന് തുറന്നു സമ്മതിക്കുകയാണ് സി ദിവാകരൻ. പെൻഷൻ കൊടുക്കുന്നതിലൊക്കെ വന്ന കാലതാമസം, സാമ്പത്തികമായ ഒരു പ്രതിസന്ധി, തൊഴിലാളികൾക്ക് ഉള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ, സർക്കാർ ജീവനക്കാരുടെ ആ പ്രശ്നങ്ങളെല്ലാം ഒരു മുൻഗണന അനുസരിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയാതെ. തൃശ്ശൂരിൽ BJP ജയിച്ചത് ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ BJPയെ ഒഴിവാക്കാനും തള്ളിക്കളയാനും അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ശക്തിയായി, രാഷ്ട്രീയ ശക്തിയായി തന്നെ അവർ പതുക്കെ മുന്നോട്ട് വരികയാണ്. അതിൻ്റെ ഒരു സൂചനയാണ് തൃശ്ശൂരുള്ള അവരുടെ വിജയം. CPI കൗൺസിൽ അംഗം KK ശിവരാമനും ഇടതുഭരണത്തിന്റെ വീഴ്ചയെക്കുറിച്ച് തുറന്നടിച്ചു. ജനങ്ങൾ നിരാശനായിരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്നില്ല എന്ന വികാരം സാധാരണ വോട്ടർമാർക്കുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് കരകയറാത്ത LDFന് അടുത്ത തലവേദന രാജ്യസഭാ സീറ്റാണ്. രാജ്യസഭാ സീറ്റിലെ എല്ലാ അവകാശങ്ങളും CPIക്കുള്ളതാണ്. ചില കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച സാധ്യമല്ല. ഇതങ്ങനെയുള്ള ഒന്നാണ്. കേരള കോൺഗ്രസ് എമ്മും RJDയും NCPയും ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതോടെ പ്രതിസന്ധി അതിരൂക്ഷം. ഉഭയകക്ഷി ചർച്ചയിൽ CPM നിലപാടാണ് നിർണായകം. അതേസമയം തിരഞ്ഞെടുപ്പ് തിരിച്ചടി വിലയിരുത്താൻ CPM 5 ദിവസത്തെ നേതൃയോഗം ചേരും. 16 മുതൽ 20 വരെയാണ് സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേരുന്നത്. മന്ത്രി K രാധാകൃഷ്ണൻ ജയിച്ചതോടെ മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകൾ അടുത്ത സെക്രട്ടേറിയറ്റിൽ നടക്കും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.